കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് വേണ്ടി വലിയ വീര്യപ്രവർത്തികളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ പ്രിയരെ, വചനം പറയുന്നത് പോലെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിപ്പിനെന്നാണ് വചനം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില മടുപ്പുകൾ വന്നാലും ക്ഷീണങ്ങൾ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്: ദൈവം മാറാത്ത ദൈവമാണ്. താൻ പറഞ്ഞ വചനത്തെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. അതാണ് നമുക്ക് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് കേൾക്കുന്ന ദൈവമക്കൾ, എൻ്റെ കൂടെ പറയാവോ? എൻ്റെ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിടറുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നെ കാക്കുന്ന ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ ഒരു വേദനയ്ക്കോ ഒരു രോഗശക്തിക്കോ ഒരു രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കുക തന്നെ ചെയ്യും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എൻ്റെ ജീവിതത്തിൽ ഭവിക്കുക ഇല്ല. ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ചെയ്ത വലിയ കൃപകൾക്കായി ഞാൻ ഇതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും കർത്താവിൽ ബലപ്പെടുവാൻ, പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെടുവാൻ ദൈവാത്മാവ് നൽകുന്ന വലിയ അവസരത്തിനെ ഞാൻ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ കൂട്ടായ്മയും എല്ലാ അനുഗ്രഹത്താലും നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വേലയാണ്. ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മളെ കണ്ടതാണ്. 1 പത്രോസ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-3 നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രോസ്ലീഹായുടെ ലേഖനമാണല്ലോ ധ്യാനിച്ചു വരുന്നത്. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ആമേൻ. ഇവിടെ നോക്കുക, വചനത്തിൽ പറയുന്നു, നമ്മൾ യേശു കർത്താവായി സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു എന്ന് വചനം പറയുന്നത്. റോമർ 10:10 പറയുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷയ്ക്കായി കർത്താവിൻ്റെ പാപസംബന്ധമായി മരിച്ചു, ക്രൂശിൽ അടക്കപ്പെട്ട് ഉയർത്തുവെന്ന് രക്ഷയ്ക്കായി ഏറ്റു പറയണം, അല്ലേ? ആമേൻ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് രക്ഷയ്ക്കായിട്ട് വരികയും ചെയ്യണം. അപ്പോൾ നമ്മൾ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വാഗുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയെപ്പറ്റി ബൈബിൾ പറയുന്നു, നിങ്ങൾ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഈ ജനിച്ച നിങ്ങൾ ഇനി വളരണം. ഓരോ വിശ്വാസിയുടെയും ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം കറക്റ്റായി, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയായി എന്നൊരു ചിന്തയുണ്ട്. ശരിയാ, റെഡി ആയിരിക്കുന്നു. പക്ഷേ ഞാൻ പണ്ടൊരു ഉദാഹരണം നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു ഭവനത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആ കുടുംബത്തിലെ അവകാശിയാണ്. ആ വീടുണ്ടെങ്കിൽ അത് അവകാശിയാണ്. അവന് സ്ഥലവും പറമ്പും കാറും എന്തൊക്കെ ആ വീട്ടിലുണ്ടോ അതിനെല്ലാം ആ കുഞ്ഞ് അവകാശിയാണ്. പക്ഷേ ബൈബിൾ പറയുന്നു, ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവിടെ ഒരു ദാസനേക്കാൾ അവൻ വിശേഷത വിലയേറിയവനല്ല. കാരണം അവനൊരു ശിശുവായിരിക്കുമ്പം അവൻ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവനതിൻ്റെ ബോധത്തിലേക്ക് വരുന്നില്ല, ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നില്ല. ചിലപ്പോൾ ആ ഭവനം ഒരു കൊട്ടാരമായിരിക്കാം, എല്ലാ സജ്ജീകരണമുള്ളൊരു കൊട്ടാരമായിരിക്കാം. അവിടെ ജനിച്ച ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൊട്ടാരമാണെന്നോ, അവിടെ വലിയ സ്വത്തുക്കളുണ്ടെന്നോ, അവിടെ എന്തെല്ലാം ഉണ്ടോ അതിനെപ്പറ്റി ബോധേടല്ല. അതിൻ്റെ കാരണം ആ കുഞ്ഞിന് മെച്യൂരിറ്റി ഇല്ല. ഒരു വിശ്വാസി ഇതേപോലെ തന്നെ ജനിക്കുമ്പോൾ നാം മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വളർച്ചയിലേക്ക് വരുമ്പോഴാണ് എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നും അതെന്തൊക്കെ അവകാശമുണ്ടെന്നും ഇതിനെപ്പറ്റി ഒരു ബോധമുണ്ടാകുകയും അവകാശിയെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നു. ഇപ്പോൾ അറിയാം,
ഒരു ജനിച്ച കുഞ്ഞ് കൊട്ടാരത്തിൽ ജനിച്ചെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് ഒരു കുടിലിൽ കൊണ്ട് ഇട്ടാലും അത് വളരുന്ന സമയത്ത് അത് കുഞ്ഞ് ചിന്തിക്കും, അയ്യോ ഞാൻ കൊട്ടാരത്തിലാണല്ലോ, എനിക്ക് ഒത്തിരി സ്വത്തുണ്ടല്ലോ. ഒരിക്കലുമില്ലല്ലേ. ആ കുഞ്ഞിൻ്റെ ബോധ മനസ്സിൽ അവൻ എവിടെ കിടക്കുന്നോ അതാണ് അവൻ്റെ ലോകം. ഇതേപോലെ രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ ഈ ലോകത്തിൽ നാം ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണമേ, ഈ ലോകത്തിന് അനുരൂപരാകാനുള്ളവരല്ല നിങ്ങൾ. ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. ഈ ലോകത്തിലുള്ളവരെ പോലെ സാഹചര്യങ്ങൾക്കകത്ത് ഒതുങ്ങേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ രാജകീയ പൗരോഹിത്യ വർഗമാണ്, സ്വന്തം ജനമാണ്. അപ്പോൾ ഈ ബോധത്തിൽ വളരണമെങ്കിൽ, ഇതിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ വളർച്ച ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസി ആ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് സമാനമായിട്ടാണ് പോകുന്നത്. വളരണം. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പം പിശാച് പറഞ്ഞിട്ട് കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, അതിൻ്റെ 4-ാം വാക്യത്തിൽ അതിന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. കണ്ടോ, 1 വളരുന്നു, 2 ജീവിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസി വളരുന്നതും ആ വിശ്വാസി മുന്നോട്ട് ജീവിക്കുന്നതും വചനത്താലാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ജീവൻ എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെള്ളം, വായു, ഓക്സിജൻ അല്ലേ. ഇതാണ് നമ്മുടെ മനസ്സിലേക്ക്. പിന്നീട് മാത്രമേ നമുക്ക് ബാക്കി എല്ലാം വരത്തുള്ളൂ. വസ്ത്രമായിക്കോട്ടെ, ബാക്കി നമ്മുടെ ജോലിയും ഫിനാൻസും എല്ലാം ആയിക്കോട്ടെ. ഇത് ലഭിച്ചില്ലെങ്കിൽ, വെള്ളം, വായു, ഓക്സിജൻ, ആഹാരം ഇവ ലഭിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യനും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ എന്ത് സ്വത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്, എണ്ണി തിട്ടപ്പെടുക്കാൻ കൂടാത്ത ധനം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് 4 ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് വായു, ഓക്സിജൻ, വെള്ളം, ആഹാരം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വളരുവാൻ കഴിയത്തില്ല എന്തുണ്ടെങ്കിലും. അപ്പോൾ വളരുക എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വചനമാണ്. അപ്പോൾ എങ്ങനെയാണ് വചനത്തെ ബൈബിൾ ഒരു അപ്പമായി ചിത്രീകരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇത് ഭക്ഷിക്കുന്നതാണ്, ഇത് ദഹിക്കുന്നതാണ്, ഇത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ആഹാരം ചെല്ലുന്നത് പോലെ നിങ്ങളുടെ മനുഷ്യൻ്റെ ഓരോ ഭാഗത്തിലേക്കും ഇത് ചെല്ലും. ആത്മമനുഷ്യന് കണ്ണുണ്ട്, സ്പിരിച്വൽ ഐസ് ഉണ്ട്, സ്പിരിച്വൽ ഇയേഴ്സ് ഉണ്ട്, സ്പിരിച്വൽ മൗത്ത് ഉണ്ട്, സ്പിരിച്വൽ എല്ലാ കാര്യങ്ങളും, കൈകാലുകളുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അതായത് ആത്മീയ ശരീരം എന്ന് വലിയൊരു വാക്യമുണ്ടല്ലേ, ആത്മശരീരം. അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും ഇത് വളരുന്നതാണ്. അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ വളരുന്നു. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തെ ഭക്ഷിക്കണം. എന്തിനാ ഭക്ഷിക്കുന്നത്? വളരണം. വളരുമ്പോൾ മാത്രമാണ് നമ്മുടെ അവകാശങ്ങളെ നമുക്ക് അനുഭവിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് രോഗമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് ശേഷം ഒരു രോഗം വന്ന വ്യക്തിയായിരിക്കാം എന്നെ കേൾക്കുന്നത്. ആരോ എന്ന് പറഞ്ഞു, ഡോക്ടർ എന്നാ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഈ രോഗം നിങ്ങളുടെ കൂടെ കാണും, മാറത്തില്ല. അതങ്ങനെയാണ്, ലോകപ്രകാരം അങ്ങനെയാണ്. അയൽവക്കത്തിലെ ആൾ പറഞ്ഞു കാണും, എനിക്കും ഇതേ രോഗം തന്നെയാണ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി പറഞ്ഞു കാണും, എനിക്ക് അസുഖം തന്നെയാണ്, എൻ്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ അസുഖം തന്നെയാണ്. അപ്പം നിങ്ങൾ ഇത് ശരിയാണ്, ലോകത്തിൽ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയി പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പക്ഷെ മാറിയില്ല. അവിടെ നിങ്ങൾ വളരെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാവർക്കും ഉണ്ടല്ലോ, സാരമില്ല, ഇത് കുറേ കഴിയുമ്പോൾ മാറിക്കോളും. നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ രോഗമില്ലാത്ത അവസ്ഥ ജീവിക്കൽ അല്ല പ്രിയരെ. ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ പേർക്കൊരു സ്വത്തുണ്ട്, ദിവ്യ ആരോഗ്യം. യിരെമ്യാവിൻ്റെ 33 പറയുന്നു, ഞാൻ ആരോഗ്യം വരുത്തും. കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോക മനുഷ്യൻ പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ ജനിച്ചവരാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ജനിച്ചവരാണ്, വളരുന്നവരാണ്. ലോകപ്രകാരം വളരുന്നവരല്ല, ക്രിസ്തുവിൽ വളരുന്നവർ. അപ്പോൾ വചനം ഭക്ഷിക്കണം. എങ്ങനെയാണ് വചനം എടുത്ത് ഭക്ഷിക്കേണ്ടത്? കർത്താവായ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, ഇനി ഒരു രോഗത്തിൻ്റെ മേൽ അവകാശമില്ല, ഒരു വേദനയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. അതെല്ലാ ദിവസവും ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനുഷ്യനിലേക്ക് എന്ത് ചെയ്യും? ഈ ഭക്ഷണമായ വചനം ഇറങ്ങിച്ചെല്ലും. ഇത് ചെന്നിട്ട് അതിൻ്റെ ബെല്ലിയിൽ, വചനത്തിനൊരു മനുഷ്യനൊരു ബെല്ലി ഉണ്ടെന്നിരിക്കട്ടെ, ആ ഉദരത്തിൽ ചെന്ന് ഞാനിങ്ങനെ പറയുവാണ്, നമ്മുടെ ശരീരത്തിൽ ഒരു ആമാശയം ഉള്ളതുപോലെ ഞാനിങ്ങനെ പറയുക, കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളറയിൽ ചെന്നിട്ട് അതെന്ത് ചെയ്യും? വചനം പോലെ ഹൃദയത്തെയും ചിന്തകളെയും അത് വേർതിരിക്കും വരെ, അല്ലെങ്കിൽ മാംസം ശരീരത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായുത്തലുള്ള ഏത് വളിനേക്കാൾ മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും വചനം ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ശരീരത്തെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്, മനുഷ്യൻ്റെ നാവിലേക്ക് ഇറങ്ങിച്ചെന്നത് അന്യഭാഷയായി, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ കണ്ണിലേക്ക് ആത്മീയ കാഴ്ചകളായി, ചെവികളായി, ഷാർപ്പായി
ബലമായി നിങ്ങൾ ആത്മമനുഷ്യൻ ബലപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ മേലേക്ക് ആ രോഗശക്തിയെ പിടിച്ചെറിയുവാനുള്ള ബലമായി യേശു പറഞ്ഞത് എന്തുവാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ജീവിക്കും. കണ്ടോ, ജീവിക്കും. എന്താ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? രോഗത്തിൻ്റെ ലക്ഷ്യം കൊല്ലുക എന്നുള്ള. ഏത് രോഗമായിക്കോട്ടെ. ഒരു പനി വന്ന് നമ്മൾ പറയും സാധാരണ പനിയല്ല, എത്രയോ പേര് പനി കൂടി മരിച്ചു പോകുന്നുണ്ട്. ചെറിയ പനിയല്ല, ചിലർ എത്രയോ പേര് തലവേദനകൾ വന്ന് ശാരീരിക അസ്വസ്ഥതകൾ വന്ന് വീണുപോയവരുണ്ട്. ഒരു ചെറിയ രോഗമാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം ശരീരത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര പൂർണ്ണമാകത്തില്ല, അല്ലേ? നമ്മുടെ ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരമാണ്. ശരീരമില്ലെങ്കിൽ ആത്മാവിന് സ്വയമായിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ കഴിയത്തില്ല. ശരീരം ആവശ്യമാണ് പ്രിയരെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി. മരിച്ചതിന് ശേഷമല്ല പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പാണ് പറഞ്ഞത്. കണ്ടോ, മരിക്കുന്നതിന് മുമ്പ് പൗലോസ് പറഞ്ഞു നല്ല പോർ പൊരുതി എൻ്റെ ഓട്ടം തികച്ചു. അപ്പോൾ ഓട്ടം തികയണമെങ്കിൽ ശരീരം ആവശ്യമാണ്. അത് രോഗിയായി കിടക്കമേൽ കടന്നാൽ നടക്കുകയോ ഇല്ല. അത് രോഗം വന്ന് മരിച്ചാൽ ആ ഡെസ്റ്റിനി കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ മനുഷ്യന് ഫുഡ് കൊടുക്കണം. ദിവസവും നിങ്ങളുടെ വചനം കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കണം. പറയണം, ഒരു രോഗത്തിനോ എൻ്റെ മേൽ അവകാശമില്ല, ദിവസവും കഴിക്കണം. ആ രോഗം മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ആ പ്രതിസന്ധി മാറുന്നില്ല, ആ വിഷയത്തിൻ്റെ അകത്ത് എനിക്കൊരു ജയം കിട്ടുന്നില്ല ബ്രദറെ, ഞാൻ വല്ലാത്തൊരു മരണശക്തിയിലൂടെ കടന്നു പോകുക. എൻ്റെ പ്രിയരെ, ആ വചനം ഒരു ജീവൻ മാത്രമല്ല, അതൊരു വാളാണ്. ആ വചനം കൊണ്ട് വിളിച്ചു പറയണം, ഇല്ല ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് എൻ്റെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. ആരെല്ലാം മറന്നാലും എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല. കണ്ടോ പ്രിയരെ, വചനം ഭക്ഷിക്കണമേ. ആ ഓഫീസിൽ പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നു കൊണ്ട് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ നോക്കി നിങ്ങൾ സമയം കളയാതെ അവിടെ ഇരുന്നുകൊണ്ട് വചനം കഴിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ആ വചനം കഴിക്കുക. എത്ര നേരം വചനം കഴിക്കണം? നിങ്ങളുടെ ആ വിഷയത്തിൻ്റെ മേൽ ജയം കാണുന്നത് വരെ. അതെന്താ അത്രയും ടൈം പീരീഡ് വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ ജനിച്ചാലും നിങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാറിൽ കൊണ്ടിരുത്തിയാലും ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല. ആ 1 വയസ്സുള്ള കൊച്ചുകൊണ്ട് പറയും, മോനെ ഇത് നിൻ്റെ കാറാണ് കേട്ടോ, ഇത് പപ്പായുടെ കാറ് നിൻ്റെ കാറും കൂടെ എന്ന് പറഞ്ഞാൽ കൊച്ചിനൊന്നും വിഷയമല്ല. അത് ആ സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് തോണ്ടി അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ അതിനെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ പിടിച്ചുകൊണ്ടിരിക്കും. ആ കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ അതിന് വളർച്ച വേണം. കണ്ടോ, ഇതുപോലെ പിശാചുക്കളെ ഡ്രൈവ് ചെയ്ത് പുറത്താക്കണമെങ്കിൽ, അതിനെ നിങ്ങൾക്ക് പുറത്താക്കി തകർക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ബലപ്പെടണം. അപ്പോൾ ആ ബലം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ നിങ്ങൾ വളരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. നിങ്ങൾ ആത്മാവിൻ്റെ ആഹാരമായ വചനത്തെ ഭക്ഷിക്കുക. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ 6-ാം വാക്യത്തിൽ, നീ വഴി നടക്കുമ്പോഴും എണീക്കുമ്പോഴും കിടക്കുമ്പോഴും എന്താ പറയുക വീട്ടിലിരിക്കുമ്പോഴും ഈ വചനത്തെപ്പറ്റി സംസാരിക്കണം. കണ്ടോ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആഹാരം കഴിക്കാറില്ലേ? നമ്മൾ പുറത്ത് പോകുമ്പോൾ ആഹാരം കഴിക്കാറില്ലേ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്നാക്സ് കഴിക്കാറില്ലേ? കണ്ടോ, അപ്പോൾ എവിടെയും ആഹാരം നമുക്ക് കഴിക്കാം, അല്ലേ? എവിടെ വേണേലും നമുക്ക് ആഹാരം കഴിക്കാം. ഇതേപോലെ വചനം എവിടെ വെച്ച് വേണേലും ഭക്ഷിക്കാം. വചനം പറയുമ്പോൾ തന്നെ ആത്മമനുഷ്യൻ ഇത് മുഴുവൻ കഴിച്ചിട്ട് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന പോഷകാഹാരങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് സ്ട്രെങ്തായി മാറുന്നത് പോലെ ആത്മമനുഷ്യൻ ആ വചനം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനോട് പറയും, ആ രോഗത്വനെ ഇടിച്ചത് പുറത്ത് കളയും. എരിഹോം കോട്ട ഇടിച്ചു തകർത്തതുപോലെ രോഗശക്തികൾ ഇടിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. നന്ദി പിതാവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ യേശുവിൻ്റെ നാമത്തിൽ ലോ റബഖീല ശഥന ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുക, ഗ്രേസിക്കുട്ടിയുടെ മോൾ, അതായത് ഗ്രേസിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്, ഗ്രേസിയുടെ മോളുടെ ജീവിതത്തിൽ, ആ കുടുംബ ജീവിതത്തിൽ കയറിക്കൂടിയ ഒരു പ്രതിസന്ധി ഞാനിങ്ങനെ കാണുവാണ്. 18-ാമത്തെ വയസ്സു മുതൽ ജീസസ് ഈ മകളുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറിക്കൂടി നന്മയുണ്ടാകേണ്ട സ്ഥാനത്ത് തിന്മയായി ഭവിച്ച് ഇന്നൊരു കൺട്രോൾ ചെയ്യുന്നത്, ഭവനത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഈവിൽ സ്പിരിറ്റിൻ്റെ പ്രവൃത്തികളെ ഇന്ന് ഗ്രേസിയുടെ മകളുടെ ഭവനത്തിൽ നിന്നും 18-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ വിഷയങ്ങൾ. ഇന്നും തുടരുന്നു. യേശുവേ, ഇന്ന് തകർത്ത് കളയുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കോട്ടകളെ ഇടിച്ചു കളയുന്നപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാൻ കർത്താവ് പറഞ്ഞ ദുഷ്ടൻ്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ചു ഉരുകിപ്പോകും. ഞാൻ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തീ ഇറങ്ങട്ടെ അവിടെ, ആത്മാവിൻ്റെ തീ ഇറങ്ങുന്നല്ലോ യേശുവേ. അങ്ങയുടെ ശക്തി അവിടെ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ അപ്പം. പ്രിയ മക്കളെ അങ്ങ് വിടിവിക്കുവാൻ ഇറങ്ങി വന്ന നല്ല ദൈവമാണല്ലോ അപ്പം. നന്ദി കർത്താവേ. ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയുടെ പേരിൻ്റെ അവസാനം
പോത്തൻ എന്നൊരു പേര് ഇങ്ങനെ അവസാനം കാണുക. ആ പേരിങ്ങനെ കാണുക. ഞാൻ ആ കുടുംബത്തെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു അടയാളമായിട്ട് അവിടുത്തെ ഒരു ആൺ തലമുറയെ കാണിക്കുക. ഈ ആൺ തലമുറയെ ലക്ഷ്യം വെച്ച് അത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കാണുന്നു. അവൻ്റെ പലപ്പോഴും ഈ കാലുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വീഴ്ചകളും ആ കാലിനെ തന്നെ ഫോക്കസ് ചെയ്ത് പല വിഷയങ്ങളുണ്ടാകുന്ന ഒരു കാഴ്ച. ഈ പലപ്പോഴും അവൻ്റെ കാലുകൾ കാണുന്നു അവന് പരിക്കുകൾ സംഭവിക്കുന്നത്, അവൻ്റെ വീഴ്ച, അവനെ ഒന്ന് വീഴ്ത്താൻ നോക്കുന്ന ചില മേഖലകൾ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ തലമുറയെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവനെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ടല്ലോ. നിൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഓ ജീസസ്, വചനം പറഞ്ഞല്ലോ, കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ റിലീസ് ചെയ്യുന്നപ്പോൾ അങ്ങനെ അഭിഷേകം മുഖങ്ങളെ ഒടിക്കുന്നതാണല്ലോ റിലീസ് ചെയ്യുന്നപ്പോൾ ഞാൻ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. റൂമഖല്ലസ്യാന്തിരി. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ സ്പേറ്റെ ലെമേ ഹോഫ്ര. എൻ്റെ ഉള്ളത്തിൽ ഈ ഓരം, കൈയുടെ ഓരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൈയുടെ ഓരത്തിൻ്റെ വശം, കൈ ഉയർത്തുമ്പോൾ ആ ജോയിൻറ്റിൻ്റെ അവിടെ ഉണ്ടല്ലോ, കൈ ഉയർത്തുമ്പോൾ ആ ഓരം എന്ന് പറയുന്നത്, ആ ഭാഗത്ത് ജോയിൻറ്റ് പെയിനുള്ള വ്യക്തികളൊന്ന് കൈയെടുത്ത് വെച്ച്, രണ്ടൊരത്തിൻ്റെ അവിടെ വേദനയുള്ളവർ കൈയെടുത്ത് വെച്ചു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൈ മാറ്റരുതേ പ്രിയരെ. ഒരു വലിയ ശക്തി അതിലേക്ക് വ്യാപരിക്കും. ഓ ലോർഡ് ജീസസ്, ഞങ്ങൾ റിലീസ് ചെയ്യുവാണ്. ടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗശക്തിക്ക് ഇനി അവിടെ ഇരിക്കാൻ കഴിയത്തില്ല കേട്ടോ. ആ രോഗത്തിൻ്റെ ദുരാത്മാവിടെ വാഴാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങും അവിടെ. അഭിഷേകം മുഖങ്ങളെ ഒടിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ദൈവം അയക്കുക. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കും ഞങ്ങളെ. കാര്യം ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ആ കൈവേദനയുടെ മേൽ തീ ഇറങ്ങുന്നു. ആ ജോയിൻ്റ് പെയിനുകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ്. അഭിഷേകത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുക. പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ്. ദ ലോർഡ് ജീസസ്, your mighty presence, we need your presence, we need your power, we need your healing. Raspusha, Jesus Christ, power of the healing is moving. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുക. ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. റോഷ്പേ നീഹാസി, ജീസസ് ക്രൈസ്റ്റ്, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റാധിമ, യേശുവിൻ്റെ നാമത്തിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളോടെ ഇറങ്ങാൻ കൽപ്പിക്കുന്നു. പൈശാചിക മുഖങ്ങളെ വെട്ടിമാറ്റുന്നു, ദുഷ്ടൻ്റെ ആശകൾ തകർത്ത് കളയുന്നു, എല്ലാ മുഖങ്ങളെ ഒടിച്ചു കളയുന്നു. പരിശുദ്ധാത്മാവേ, തീ ഇറക്കുന്നല്ലോ. അപ്പോൾ അങ്ങയുടെ ശക്തി അങ്ങ് അയക്കുന്നല്ലോ. അപ്പോൾ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ജീവനോടെ ഇരിക്കും. അപ്പോൾ ഒരു രോഗവും ഞങ്ങളെ കിടത്തത്തില്ല, ഒരു രോഗശക്തിയും ഞങ്ങളെ പിടിക്കത്തില്ല. എല്ലാ മേഖലയിലും ഞങ്ങളെ കാക്കുന്ന സൂക്ഷിക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഹോളി സ്പിരിറ്റ്, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, കവിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറയും. 1969 ജനിച്ച ഒരു വ്യക്തി ആ ഭവനത്തിൻ്റെ അകത്ത് എന്നെ കാണിക്കും. 1969 ജനിച്ചൊരു വ്യക്തിയെ, ആ വ്യക്തിയുടെ ഭവനമായിട്ടാണ് കവിതയുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി ആ ഭവനത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ കുടുംബത്തിൻ്റെ അകത്ത് എൻ്റെ ഉള്ളം പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാനിങ്ങനെ ഒരു ദർശനം കാണുക. ഈ മേൽക്കൂര, വീടിൻ്റെ ആ ഒരു മേൽക്കൂര, ആ അപ്പർ സൈഡ് ഇങ്ങനെ പൊളിച്ചു മാറ്റിയിട്ട് മഴവെള്ളം വീഴുമ്പോൾ വീടിൻ്റെ അകം മുഴുവൻ, അതായത് ഇതൊരു ദർശനമാണ്, റിയാലിറ്റി അല്ല, അതിന് മേൽക്കൂരയില്ല, ആ റൂഫ് അവിടെ ഇല്ല, അപ്പർ റൂഫ് അവിടെ ഇല്ല. മഴ ഇങ്ങനെ എന്തു പെയ്താലും നേരിട്ട് ആ ഭവനത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദർശനം ഞാൻ കാണുവാണ്. ഇതേപോലെയാണ് ആ ഭവനത്തിൻ്റെ അവസ്ഥ. ഭവനത്തിൻ്റെ പുറത്ത് നോക്കുമ്പോൾ വാതിലുണ്ട്, പൂട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ മേൽക്കൂര ഇല്ലാത്തൊരവസ്ഥ. അതിനിങ്ങനെ ഒരു കാഴ്ചയാണ്, എൻ്റെ ദർശനമായിട്ട് എന്നോട് പറയുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് വരേണ്ട പല നന്മകളും വരുന്ന, പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷേ അകത്ത് മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടും എല്ലാ കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നൊരവസ്ഥ. ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യുന്ന മേൽക്കൂര ദർശനത്തിൻ്റെ അകത്തുണ്ടാകുന്നത് പോലെ ഇപ്പോൾ തന്നെ വീടിൻ്റെ മേൽ, കുടുംബ ജീവിതത്തിൻ്റെ മേലൊരു സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളും അനുഭവിക്കട്ടെ. പുറമേ മാത്രമല്ല കിട്ടുന്ന, അതായത് പുറമേക്കാർക്ക് എല്ലാം ഉള്ളതുപോലെ തോന്നിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ആകത്തില്ല. അവിടെ ഒന്നുമില്ല, ഭവനം ശൂന്യമാണ്. ഭവനം അകമേ മുഴുവനും സ്ട്രഗിളുകളാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാട്ടിലെ സ്ട്രഗിളുകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ നന്ദി പറയുന്നു. അപ്പോൾ താങ്ക് യു ജീസസ്. സോഫല, വയറിൻ്റെ അവിടെ വേദനയുള്ളവരും മുഴകളുള്ളവരും കൈയെടുത്ത് വെക്കാവും. വയറിൻ്റെ അവിടെ യേശുവെ
ആ കാര്യം എടുത്തു വെച്ച് അവിടെ ഇപ്പോൾ തന്നെ ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. ആ ദൈവശക്തിയുടെ വ്യാപാരത്തല വേദന പൂർണ്ണ സൗഖ്യമാകുക, പൂർണ്ണ സൗഖ്യമാകുക, പൂർണ്ണ സൗഖ്യമാകുക, പൂർണ്ണ വിടുതലാകുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ് യുവർ ബോഡി. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരങ്ങളെ, ഈ മാസം ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് മാസം 29 പത്തനംതിട്ട YMCAയിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. പത്തനംതിട്ട YMCAയിൽ നിങ്ങൾക്ക് അവിടെ വരാൻ കഴിയുന്ന ഒരു പ്രയർ സ്റ്റേഷൻ പ്രയറാണ് അത് നടക്കുന്നത്. അപ്പോൾ അതിൽ വന്ന് ചേരുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യും. വലിയ കാര്യങ്ങളെ കർത്താവ് അവിടെ ചെയ്യുവാൻ ഇടയായിത്തീരും. നിങ്ങൾക്കത് വരുവാനും പങ്കുചേരുവാനും ആഗ്രഹിക്കുന്നവരെല്ലാം അവിടെ എത്തുക. കർത്താവിൻ്റെ വലിയ ശക്തിയെ കാണാനും വലിയ ശക്തി അവിടെ അനുഭവിക്കുവാനും കർത്താവിൽ ഇടയായിത്തീരും. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. അപ്പം പത്തനംതിട്ടയിൽ പ്രയർ സ്റ്റേഷനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ഓൺലൈനിൽ പങ്കുചേരുന്നുണ്ട്. പ്രാർത്ഥനയിൽ വലിയ കഴിഞ്ഞ ദിവസത്തെ പ്രയർ സ്റ്റേഷനിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ച പോലെ ഇന്നും പരിശുദ്ധാത്മ പ്രവർത്തിക്കും. ഓഗസ്റ്റ് 29 2026 ഈ മാസം YMCA പത്തനംതിട്ട കൈപ്പറ്റൂർ റോഡ്, പത്തനംതിട്ട ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസിന് എതിർവശത്താണ് ഈ ഹോളുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം, YMCA പത്തനംതിട്ട കൈപ്പറ്റൂർ റോഡ്, പത്തനംതിട്ട ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസിന് എതിർവശമാണ്. അവിടെ സമയം 10:30 AM മുതൽ 1:30 വരെയാണ്. രാവിലെ 10:30 മുതൽ 1:30 വരെയാണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ആണ്. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം അവിടെ കാണാൻ പറ്റും. അസാധാരണമായ പ്രൊഫറ്റിക്കൽ ഇമ്പാർട്ടേഷൻ ഉണ്ടാവും. ശുശ്രൂഷയിലും കർത്താവിലും വളരുവാനൊക്കെ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിലൂടെ ഒരു കർത്താവിൻ്റെ കൃപാവരങ്ങൾ ഉപയോഗിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് വാ. വലിയൊരു പകർച്ച അവിടെ ചെയ്യും. അപ്പം അതിൽ പങ്കുചേരുക. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ ഞാനിവിടെ ഈ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്രെയർ ലൈൻ നമ്പറുകൾ, കോൺടാക്റ്റ് നമ്പറുകൾ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വിളിച്ച് നിങ്ങൾ സീറ്റുകൾ ബുക്ക് ചെയ്യുക. അത് ഫ്രീ ആണ്, സൗജന്യമാണ്, സീറ്റുകൾ ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങളത് വിളിച്ച് ബുക്ക് ചെയ്യുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്ത് നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. നിങ്ങൾ എത്ര പേര് വരുന്നു എന്നൊരു എണ്ണം മാത്രം ആ സീറ്റിൽ കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം, ആദ്യമായിട്ട് കേൾക്കുന്നവരെ ഇന്ത്യൻ സമയം 9 മണിക്ക് എല്ലാ ദിവസവും സൂമിൽ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ഉണ്ട്. അത്ഭുത സൗഖ്യവും വിടുതലും. ദൈവത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കർത്താവിനകത്തിൽ ദൈവത്തിൻ്റെ ഒരു ആലോചന, പ്രവചനാലോചന കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.